മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. 3 ഷട്ടറുകളാണ് തുറന്നത്. 95.37 മീറ്ററാണ് ഡാമിലെ നിലവിലെ ജലനിരപ്പ്. 97.50 മീറ്ററാണ് പരമാവധി സംഭരണശേഷി. ഐഡിയപരമായി ഇവിടെ വന്നു. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുകയാണ്. സച്ചിൻ, എന്തായാലും ഡാമുകളുടെയൊക്കെ ഷട്ടറുകൾ തുറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അത്രമാത്രം വലിയ മഴയാണ് പെയ്യുന്നത് പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ. നിലവിൽ ഇപ്പോഴും മഴ തുടരുകയാണോ? കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? സ്വാതി, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ പാലക്കാട് ജില്ലയിലും ശക്തമായ മഴ വിവിധ ഭാഗങ്ങളിലായി പെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ 3 ഷട്ടറുകളാണ് ഉയർത്തിയിട്ടുള്ളത്. പ്രധാനമായും കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ സംഭരണ ശേഷി 97.50 മീറ്ററാണ്. നിലവിൽ 95.37 മീറ്റർ വെള്ളം നിലവിൽ ഡാമിലുണ്ട്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഡാമിൻ്റെ 3 ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളത്. പ്രധാനമായും ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുന്നുണ്ട്. എന്തായാലും ഇന്ന് സമാനമായ രീതിയിൽ തന്നെ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ സെന്റിമീറ്റർ ഉയരത്തിൽ ഷട്ടർ ഉയർത്തുമെന്ന് തന്നെയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ 2 ഡാമുകളാണ് നിലവിൽ തുറന്നിട്ടുള്ളത്. കാഞ്ഞിരപ്പുഴ ഡാം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 തുറന്നതെങ്കിൽ രാവിലെ 11 മണിയോടുകൂടെ തന്നെ പാലക്കാട് ജില്ലയിലെ മംഗലം ഡാമിൻ്റെ ഷട്ടറുകളും തുറന്നിരുന്നു. എന്തായാലും മറ്റ് ജില്ലകളിലുള്ള അതുപോലെ തന്നെ സമാനമായ രീതിയിൽ ശക്തമായ മഴ ജില്ലയിലും വ്യാപകമായിട്ടുണ്ട്. മലയോര മേഖലകളിലെല്ലാം തന്നെ യാത്രാ നിരോധനം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും നെല്ലിയാമ്പതി, അതേപോലെ തന്നെ മലമ്പുഴ തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ തന്നെ പാലക്കാട് ജില്ലയിൽ വലിയ രീതിയിലുള്ള നാശം വിതച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഇന്ന് രാവിലെ 7 മണിയോടുകൂടെ നഗരത്തിലെ പുതുപ്പള്ളി തെരുവിലെ ഷാഹുൽ ഹമീദിൻ്റെ വീട് പൂർണ്ണമായും തകരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. സമാനമായ സാഹചര്യം മണ്ണാർക്കാടും ഉണ്ടായിരുന്നു. വീടിനോട് ചേർന്നിട്ടുള്ള സംരക്ഷണ ഭിത്തികൾ തകർന്നു വീഴുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ശക്തമായ മഴ പാലക്കാട് ജില്ലയിലും തുടരുകയാണ്. സ്വാതി. ശരി സച്ചിൻ, പാലക്കാട് ജില്ലയിലും ശക്തമായ മഴ തുടരുന്നു. ആ വിവരങ്ങളാണ് സച്ചിൻ നൽകിയത്.